കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഗ്രിമാൾഡി എന്ന് പറയുന്ന ഒരു ബഫൂൺ ഉണ്ടായിരുന്നു. ബഫൂൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, ഒരു ക്ലൗൺ, ഒരു ജോക്കർ, സർക്കസിലൊക്കെ കാണികളെ രസിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങും. ഇദ്ദേഹം എല്ലാവരെയും ചിരിപ്പിക്കും. എത്ര ചിരിക്കാതെ മസിൽ പിടിച്ചിരിക്കുന്നവരും ഗ്രിമാൾഡിയുടെ അഭ്യാസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു പോകും. ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്, ലോകപ്രശസ്തനായ ഈ ക്ലൗൺ ഗ്രിമാൾഡി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ വേണ്ടി വന്നു. ഒരു മനഃശാസ്ത്രജ്ഞൻ, ഒരു സൈക്കോളജിസ്റ്റ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും സന്തോഷമില്ല. എപ്പോഴും വാടിയ മുഖത്തോടാണ് ഞാൻ ഇരിക്കുന്നത്. യാതൊരു സന്തോഷവുമില്ല. അതുകൊണ്ട് സന്തോഷം ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം. അപ്പോൾ ഈ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ അടുത്തൊരു സർക്കസ് നടക്കുന്നുണ്ട്. ആ സർക്കസിൽ ഈ ഗ്രിമാൾഡി എന്ന് പറയുന്ന ഒരു ക്ലൗൺ ഉണ്ട്. നിങ്ങൾ ചെന്ന് ഈ സർക്കസ് ഒന്ന് കാണണം. അത് 2 മണിക്കൂർ കണ്ടു കഴിയുമ്പോൾ ഈ ഗ്രിമാൾഡിയുടെ ഈ അഭ്യാസങ്ങളും വാക്കുകളും ഒക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം മാറും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഡോക്ടർ, വേറെ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം, ഇത് മാത്രം ചെയ്യാൻ എന്നോട് പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അതെന്താ, നിങ്ങൾക്ക് ഇദ്ദേഹത്തോട് എന്തെങ്കിലും വിരോധമുണ്ട്? അപ്പോൾ ആ രോഗി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല, പ്രശ്നം മറ്റൊന്നാണ്. കാരണം ഞാനാണ് സാക്ഷാൽ ഗ്രിമാൾഡി എന്ന് ഈ മനഃശാസ്ത്രജ്ഞനോട് പറഞ്ഞു. ഞാനാണ് ഗ്രിമാൾഡി. ഈ സർക്കസ് കാണാൻ വരുന്ന കാണികളെയൊക്കെ ഞാൻ പുതുകൂടാ ചിരിപ്പിക്കും. പക്ഷേ എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ചിരിക്കാറില്ല. ഞാൻ വളരെ ദുഃഖത്തോടാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറുടെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഈ ലോകം തരുന്ന സന്തോഷം ഈ ഗ്രിമാൾഡി അനുഭവിച്ച സന്തോഷം പോലെ മാത്രമേ ഉള്ളൂ. അത് കേവലം ബാഹ്യമാണ്, അത് താൽക്കാലികമാണ്. എന്നാൽ ദൈവം തരുന്ന സന്തോഷം, അത് ആത്മീക ആനന്ദം, അത് സ്ഥിരമായതാണ്, ആന്തരികമാണ്, അത് അലൗകികമാണ്. ഈ ലോകത്തിന് കൊടുക്കുവാനോ എടുക്കുവാനോ കഴിയാത്ത ആത്മീക ആനന്ദം.